ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുപ്രധാനപ്പെട്ട 2 ഫായിദകൾ നമ്മുടെ ആഖിറത്ത് നമുക്ക് ലഭിക്കുമെന്നത് ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയം കിട്ടാനൊരു കാരണമാവുന്ന ഒരു 2 ഫായിദകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മുടെ ഫജ്ർ നമുക്ക് കിട്ടാൻ നമ്മളെല്ലാവരും അറിയുന്ന വിഷയമാണ്. പക്ഷേ ഇൽമിനെ ചെറുതായി കാണാൻ പറ്റില്ല. അതിന് തൗഫീഖ് അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫജ്റിന് ഉണരാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾ നല്ല നെയ്യത്തോടെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് രാത്രി കിടക്കേണ്ട ചെല്ലേണ്ട അദ്കാറുകൾ ചൊല്ലുക. ഇനി അദ്കാറുകളും സൂറത്തുകളെല്ലാം ചൊല്ലി നമ്മൾ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ കിടക്കാൻ സാധിക്കാത്ത ചില സന്ദർഭങ്ങൾ വന്നാൽ ആയത്തുൽ കുർസി എന്ത് വന്നാലും വിടാതെ നമ്മൾ മുറുകെ പിടിക്കുക. ആയത്തുൽ കുർസിയും മറ്റ് രാത്രി കിടക്കുമ്പോൾ ദിക്റുകളും നമ്മൾ ഒരിക്കലും കൈവിടാതിരിക്കുക. അതിൽ ആയത്തുൽ കുർസീൻ്റെ കാര്യം വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ മറ്റു അദ്കാറുകളും മറ്റു ഖുർആൻ ശർഈ പ്രകാരമായി വന്ന് നമ്മൾ ഓതേണ്ട സൂറത്തുകളൊക്കെ ഓതി കടന്നാൽ തന്നെ നമുക്ക് ഫജ്റിന് ഉണരാൻ പ്രത്യേക ഉന്മേഷം ഉണ്ടാകും. പിന്നെ ഫജ്റിന് നമ്മൾ ഉണരുന്നതിന് മുമ്പ് 10ഓളം അലാറമെങ്കിലും നമ്മുടെ ഫോണിൽ വെക്കുക. ഫോൺ വിട്ട് ദൂരെ വെക്കുക, കുറച്ച് ദൂരെ ആയിക്കൊണ്ട് വെക്കുന്നത്. ഒരു 10 അലാറമെങ്കിലും ഏകദേശം വെക്കണമെന്നാണ് എൻ്റെന്നല്ല, അത് ഇതിൻ്റെ ഒരു സ്റ്റേബിളായിട്ട് ഇങ്ങനെ സംസാരം കേൾക്കാം. ഇങ്ങനെ 10 അലാറം കൂടി വെക്കുന്നത് നമുക്ക് കൺസിസ്റ്റൻ്റ് സംസാരം കേൾക്കാമെന്നൊരു ഓർമ്മ സംസാരത്തിൽ എവിടെ നിന്ന് കേട്ടതാണോ അതോ നമ്മുടെ കയ്യിൽ നിന്നാണോ എന്നറിയില്ല. ശരി, 10 അലാറമെങ്കിലും വെക്കുക എന്നുള്ളത് നമുക്ക് ഉറക്കത്തിന് പെട്ടെന്ന് ഉണരാൻ സഹായിക്കും. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും, പക്ഷെ നമുക്ക് ഫജ്റിന് ഉണരുക എന്ന് പറഞ്ഞൊരു യുദ്ധം. അതുകൊണ്ട് തന്നെ ഫജ്റിന് ഉണരാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യാൻ നോക്കുക. ബാക്കി അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകാൻ ദുആ ചെയ്യുക. അങ്ങനെ ചെയ്യുക. പിന്നെ ഉണർന്ന ഉടനെയുള്ള ദിക്റുകൾ ശ്രദ്ധിക്കുക. ഇത് തൗഫീഖാണ് സഹോദരങ്ങളെ, തൗഫീഖാണ്. കാരണം എന്താ പറയുക, നമുക്കിത് പറയാൻ എളുപ്പമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ വിഷയം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ വിഷയം, നമ്മുടെ സമയം വളരെ വിലപ്പെട്ട നമ്മുടെ സമയം, നമ്മുടെ ആഖിറത്തേക്ക്, നമ്മുടെ ഇഹത്തിലും പരത്തിലുള്ള സമയം, നമ്മളെല്ലാവരും അശ്രദ്ധരായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് നമ്മുടെ ഫോണുകളിൽ എല്ലാവരുടെ ഫോണിലും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ഫോണിലും നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടാവും മറ്റേ ടൈമർ. അതായത് നമ്മൾ എത്രത്തോളം ഫോൺ മുമ്പിൻ്റെ സ്ക്രീൻ ടൈം ഡിസ്പ്ലേയിൽ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന ടൈമിൽ ഇപ്പോൾ 10 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ 10 മിനിറ്റ്, 15 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് എന്നിങ്ങനെ കാണിക്കുന്ന ലെവലിൽ സെറ്റപ്പ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇതിങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു വില മനസ്സിലാവും. രണ്ടാമത്തെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട്ബുക്ക്, സ്പൈറൽ നോട്ടോ നല്ല ഡീസൻ്റായിട്ടൊരു നോട്ട്ബുക്കിൽ പുതിയതായിക്കോട്ടെ, നമ്മുടെ മനസ്സൊരു ഫ്രഷ്നെസ് കിട്ടും. എന്നിട്ട് അതിൽ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുക ഫജ്ർ നിസ്കാരങ്ങൾ, പിന്നെ ഫജ്റിന് മുമ്പുള്ള സുന്നത്തുകൾ എത്ര കിട്ടി, അങ്ങനെ ഓരോ ഡേറ്റിൽ ദിവസം ഇട്ട് വയ്ക്കുക. ആ ഡേറ്റ് നമ്മൾ കൃത്യമായിക്കൊണ്ട് നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കുക. നമ്മൾ ശരിയിടുക. നമ്മൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ഖുർആൻ പാരായണം ഒരു പേജെങ്കിലും ദിവസം ചെയ്യുമെന്ന് നമ്മൾ എഴുതി വയ്ക്കുക. എന്നിട്ട് ആ ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു പട്ടിക തയ്യാറാക്കുക. ഒരു 10 പുഷപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് 10 പുഷപ്പ് എടുക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്ത് വയ്ക്കുക. ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ എത്ര ചെയ്തു അത് ടിക്കിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും, നമ്മൾ എത്ര ആഖിറത്തേക്ക് വേണ്ടി ചെയ്ത് മാറ്റുന്നുണ്ട് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ചെറിയൊരു ശതമാനമെങ്കിലും നമുക്ക് പോസിറ്റീവായിക്കൊണ്ട് ആഖിറത്തിലേക്ക് പ്രവർത്തിക്കാൻ ഒരു മുന്നോടിയല്ലേ അത്. നമ്മൾ വലുതായിട്ടൊന്നും കാണണ്ട, ചെറുതായിട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു ടിപ്പ് തന്നെയാണ്, നമ്മുടെ ഈ സൂചിൻ്റെ വാച്ച് ഉണ്ടല്ലോ, സൂചിൻ്റെ വാച്ച് കയ്യിൽ എപ്പോഴും കെട്ടി വയ്ക്കുക. നമ്മൾ മതപഠനത്തിന് ഇരിക്കുമ്പോഴും ദർസുകൾ കേൾക്കുമ്പോഴും, ദർസുകളായിക്കോട്ടെ മതപഠനത്തിന് ആയിക്കോട്ടെ, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ സൂചിയുള്ളൊരു വാച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സമയം ഇങ്ങനെ ഓടുന്നത് ഇങ്ങനെ നമ്മൾ നോക്കും. നമ്മുടെ സമയം എത്രത്തോളം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊരു സമയത്തിൻ്റെ ഒരു വേഗതയും സമയത്തിൻ്റെ ഒരു വിലയും മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ അലാറം വെച്ചിട്ട് ഫോൺ നോക്കുക. 10 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ അലാറം അടിക്കും. അങ്ങനെയും സെറ്റപ്പ് നോക്കാം. അപ്പോൾ ഇത് ചെറിയൊരു വിലപ്പെട്ട ഒരു ഇൽമാണ്, പക്ഷേ ഇത് ചെറുതായി നമ്മൾ കാണരുത്. ഇതൊക്കെ നമ്മുടെ ആഖിറത്തേക്ക് വലുതാകും. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.